ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് Happy High. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാക്കയിലുള്ള വളരെ പഴയ ഒരു പാകിസ്ഥാനി ഹോട്ടലാണ്. ഇവിടുത്തെ ഫുഡ് ഭയങ്കര സൂപ്പറാണ്. നമ്മൾ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വെൽക്കം ടു ന്യൂ മുൾട്ടാൻ റെസ്റ്റോറൻറ്റ് കാക്കിയ. യല്ല एक पोर्शन चिकन जाल फ्राइजी स्मॉल, चिकन 65 स्मॉल, चिकन पकोड़ा स्मॉल, एक चपली कबाब, एक चिकन टिक्का पीस तीन पीस लेग पीस 3 पीस और रोगनी नान है, रोगनी नान, एक गार्लिक नान और 3 नान, एक चिकन कढ़ाई दे दे स्मॉल पोर्शन. ഇതിവിടെ നമുക്ക് കോംപ്ലിമെന്ററി ആയി കിട്ടുന്ന ഒരു ഡ്രിങ്ക് പ്ലസ് സാലഡ്സ് ആണ്. സാലഡ്സ് ജസ്റ്റ് ഗ്രീൻ സാലഡ്, കുക്കുംബർ, ടൊമാറ്റോ, ഓണിയൻ, പിന്നെ ചെറിയ ലൈം ജ്യൂസും ഉണ്ടാവും അതില്. പിന്നെ അതുപോലെ നമ്മുടെ ദിസ് വൺ, ഇത് ലെബനില് കുക്കുംബറും പിന്നെ അതുപോലെ ബാക്കി നമ്മുടെ ചില്ലി കൂടി അടിച്ചിട്ടുണ്ടാക്കണ ഒരു നല്ല അടിപൊളി ഡ്രിങ്ക് ആണ്. പുതിന, അത് മിന്റ് യൂസ് ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം അവരെ കൊണ്ട് നടത്തിക്കും. അടിപൊളി സൂപ്പർ സാധനം. ഇത് അൺലിമിറ്റഡ് ആട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടുവേ. അതുപോലെ അതില് കുമിൻ സീഡും ഉണ്ട് കേട്ടോ, നല്ല ജീരകം. ഇത് ചിക്കൻ പക്കോറ, ഇത് ചിക്കൻ ടിക്ക ബ്രസ്റ്റ് പീസ്, ഇത് ചിക്കൻ 65 മസാല, ഇത് ചിക്കൻ ടിക്കൻ്റെ തന്നെ ലെഗ് പീസ്, ഇത് നമ്മുടെ ചപ്ലി കബാബ്, ഇത് ചിക്കൻ ജാൽ ഫ്രൈസി, പിന്നെ അത് ചിക്കൻ ഷിൻസ്വാരി. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നതാണ് കേട്ടോ, കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നതാണ് നമ്മുടെ റൊട്ടീസ്. ഈ റൊട്ടി അൺലിമിറ്റഡ് ആണ് കേട്ടോ, എത്ര ചോദിച്ചാലും തരാം. ഇത് നമ്മുടെ ചിക്കൻ പക്കോറ, ഇത് നല്ല സൂപ്പർ ആണ് കേട്ടോ. ഒരു ടിപ്പിക്കൽ പക്കോറ, അതായത് ചിക്കൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ ഉള്ള നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ട്. ദിസ് ഇസ് ചപ്ലി കബാബ്. അടിച്ച് ചപ്പടിയാക്കിയാണ് ഉണ്ടാക്കുന്ന കബാബാണ്, ചിക്കൻ ചപ്ലി കബാബ്. നല്ല ഒരു ഫ്ലേവർ ഉള്ള ഒരു സാധനം. ഈ പക്കോറിനേക്കാളും ഫ്ലേവർ ഉണ്ട്, ചിക്കൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി കൂടുതലാണ്. നല്ല ടേസ്റ്റാണ്, പക്ഷെ ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ്, ഹെൽത്തി അല്ല. പക്ഷെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത നാണ്, രോഗിണി നാൻ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, കഴിച്ചിട്ടില്ല. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കുമ്പോൾ ഒരു ബന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ്. ലെറ്റ് മീ ട്രൈ വിത്ത് സം. അതെന്ത് കറിയാ? ഇത് ചിക്കൻ 65 മസാല. ഇതും ഒരു കുറച്ച് സാലഡും ട്രൈ ചെയ്തു. ഇത്
ഇതിന് ഈ കറിക്ക് പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഇല്ല. എന്താണ് ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ടു ബി വെരി ഫ്രാങ്ക്. ഒരു വികാരം ഇല്ലാത്ത എന്തോ ഒരു സാധനം. എന്താ വില? ഇതിന്റെ പേരെന്താ? പേര് ചിക്കൻ ജാൽഫ്രൈസി. ജാൽഫ്രൈസി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. പേര് അടിപൊളിയാ, കഴിക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ള കൂടി ചെക്ക് ചെയ്യാം. ഒരു അസ്ലി പാകിസ്ഥാനി കറി. ചെറിയ മറ്റേ നല്ല ജീരകം ഒക്കെ ടേസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാകിസ്ഥാനി കറി. കൊള്ളാം, ഗുഡ്സ്. നമ്മുടെ ഈ റെഡ് ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, ഇതിനേക്കാളും ബെറ്ററാ, കുറച്ചുകൂടി ഫ്ലേവർഫുള്ളാണ്. ഇതത്ര പോരാ. ഇത് ചിക്കൻ ഷെർവാണി എന്നാണ് പറയുന്നത്, എന്താന്നുള്ള എനിക്കറിയില്ല. ഇതും നേരത്തെ കഴിച്ചതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് കുറച്ചും കൂടി ഗ്രേവി ഉള്ള ഒരു ഐറ്റാണ്, കുറച്ച് ഓയിലിയാണ്. വേറെ വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല. ഓൾമോസ്റ്റ് ഇവരുടെ കറികളൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളക്കാർക്ക് കഴിക്കുമ്പോൾ എല്ലാം ഈ ഏകദേശം ഒരേ ടേസ്റ്റ് ആയി തോന്നും. കാരണം നമ്മള് ശുക്രിയ. അപ്പം അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഒരു പാകിസ്ഥാനിക്കാരനാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വേറെ വേറെ ടേസ്റ്റ് അവർക്ക് മനസ്സിലാവും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ദിസ് വൺ ടിക്ക നല്ല ഡ്രൈ ആണ്, പക്ഷെ ഉള്ളു സോഫ്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്ന സോസാണ്, നല്ല പുളിയുള്ളൊരു സോസാണ്. പക്ഷെ ഈ ടിക്കിനോട് നല്ല ബ്ലെൻഡ് ആവുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടും രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്ന എവിടെ? കാക്കിയാലുള്ള ന്യൂ മുൾട്ടൻ റെസ്റ്റോറന്റ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് മാളിന്റെ ബാക്കിലായിട്ട് വരും, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. So it's me Alia, Emil and our kiddos signing off from Happy Hive. Please like, share and subscribe. Bye bye. Bye bye.